ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു ത്രൂ മൈ ക്യാം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ എന്താ ഷെയർ ചെയ്യാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റിക് ആയിട്ടൊരു പേഷ്യൻറ്റിനെയാണ് കെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആസ് എ കെയർ ഗിവർ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കെയർ ചെയ്യുന്നത് എൻ്റെ മാമ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ എന്തെല്ലാമാണ് കാര്യങ്ങളാണ് മാമാനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്, ഡെയിലി എൻ്റെ റുട്ടീൻസ് എന്താണെന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, മെസ്സേജ് ചെയ്യാറുണ്ട് കുറേ ആളുകൾ. സന്തോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. പിന്നെ എന്താ പറയുക, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ വേറെ എന്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി അവസാനം കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ചെയ്യുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. മാക്സിമം ഞാൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ എന്താണ് ഡയബറ്റിക്സ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ എന്താ പറയുക പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ അടിഞ്ഞുകൂടി കിടക്കും. അപ്പോൾ അതിനെ നമ്മുടെ ശരീരത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ ഹോർമോണിനെ നമ്മളുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ അതിനെ വേണ്ടുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെ വരുന്ന സമയത്താണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആയി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഹൈ ആയി വരുന്നൊരു സമയത്തിനെയാണ് നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്, ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആയി വരുന്ന സമയം. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, അവർ ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഷുഗർ ലെവൽ കുറഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടവസ്ഥയും നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ഇവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഷുഗർ ഹൈ ആയി വരുന്ന സമയത്തുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്, ഒന്ന് എപ്പോഴും ദാഹം ഉണ്ടായി തോന്നിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത രീതിയിലുള്ള ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ യൂറിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര കൂടുതലായിരിക്കും. ചില സമയങ്ങളിലൊക്കെ അവർ ഒരു മണിക്കൂറൊക്കെ കൂടുന്ന സമയത്ത് തന്നെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എൻ്റെ പേഷ്യൻ്റൊക്കെ ആണെങ്കിലും രാത്രിയിൽ ചില ദിവസങ്ങളിൽ ഒരു മണിക്കൂർ കൂടുന്ന സമയത്തൊക്കെ എഴുന്നേക്കും ബാത്റൂമിൽ പോകാനായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും പുള്ളിക്കാരുടെ ഷുഗർ ഹൈ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ വെയിറ്റ് ഒരു കാര്യമില്ലാതെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു പോകും, ക്ഷീണിച്ച് വരിക, വെയിറ്റ് ലോസ് സംഭവിക്കുന്ന ഒരു അവസ്ഥ വരും. ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും, പക്ഷേ ഭാരം കുറഞ്ഞു വരുന്നൊരവസ്ഥ, അതൊരു ലക്ഷണമാണ്. പിന്നെയെന്ന് പറയുന്നത് ഭയങ്കര ടയേർഡായിട്ട് തോന്നുക, ഒന്നും ചെയ്തില്ലെങ്കിലും കൂടുതൽ വലിയ ഹാർഡ് വർക്ക് ഒരു പണിയൊന്നും ചെയ്തില്ലെങ്കിൽ കൂടെ ഭയങ്കര ക്ഷീണം നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുക. പിന്നെയെന്ന് പറയുന്നത് ഈ മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ട് ഭയങ്കര താമസം എടുക്കുക. ചെറിയ മുറിവായിരിക്കും, പക്ഷേ അത് ഉണങ്ങാനൊക്കെ ആയിട്ട് കുറേ താമസം എടുക്കും. അപ്പോൾ അതൊക്കെ ഈ എന്താ പറയുക ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ സിംറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഡയറ്റിൽ നിന്ന് നമ്മൾ കൂടുതൽ വൈറ്റ് റൈസ് ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഫുഡ്, ഓയിലി ആയിട്ടുള്ള ഫുഡ്, അല്ലെങ്കിൽ റെഡ് മീറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അവരുടെ ഭക്ഷണത്തിൽ കൂടുതൽ പച്ചക്കറികളും ഫൈബറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും ഒരേ സമയം ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം കേട്ടോ. ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഫാസ്റ്റിങ്ങിലും ആഫ്റ്റർ മീൽസ് ഒരു 2-3 hours കഴിയുന്ന സമയത്തും നമ്മളതിനെ ചെക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ നോർമൽ വാല്യൂവിനേക്കാൾ ഒരുപാട് ഹൈ ആയിട്ടുള്ള വാല്യൂ ആണ്, അല്ലെങ്കിൽ ലോ ആയിട്ടുള്ള ഒരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് റിലേറ്റീവ്സിനെയോ ഡോക്ടറെയോ നമ്മൾ ഇൻഫോം ചെയ്യാം കേട്ടോ. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പേഷ്യൻറ്റിൻ്റെ മെഡിക്കേഷൻസിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ മെഡിക്കേഷൻ ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ മെഡിസിൻസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ പേഷ്യൻറ്റിന് ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ സിംറ്റംസൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പേഷ്യൻറ്റിനെ എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ പേഷ്യൻറ്റിനെ വളരെ ലൈറ്റായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നടക്കാനൊക്കെ ആയിട്ട് നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക. അത് അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേയും ശേഷവും നമ്മൾ അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ചെക്ക് ചെയ്യണം. എപ്പോഴും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷൂസ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കാരണം എന്തെങ്കിലും വൂണ്ടോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ വന്നിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് അത് ഹീലാവാനായിട്ട് ഒരുപാട് സമയമെടുക്കും.
ഇനിയുള്ളത് ഫുഡ് കെയർ ആണ്. ഫുഡ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് അവരുടെ കാലുകൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വാഷ് ചെയ്ത് നമ്മൾ വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം ഫീറ്റിൽ നമ്മൾ എന്തെങ്കിലും ലോഷനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലിലെ വിരലുകൾക്കിടയിലൊന്നും നമ്മൾ ലോഷനൊന്നും അപ്ലൈ ചെയ്യരുത്. അത് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഹീൽ ചെയ്യാനായിട്ട് ഭയങ്കര കാലതാമസം എടുക്കും. അപ്പോൾ ഫുഡ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ഏത് സമയത്തും അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വളരെയധികം ലോ ആയി പോകാനും അല്ലെങ്കിൽ ഹൈ ആയിട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന സിംറ്റംസിനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് വേണ്ടുന്ന ആക്ഷൻ എടുക്കാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടോ നമ്മൾ പേഷ്യൻ്റ് കെയറിൽ ഇരിക്കുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കുറച്ച് വീഡിയോസ് ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കാണണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. ഞാൻ എൻ്റെ പേഷ്യൻറ്റുമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ നമുക്ക് അതിനുള്ള സമയമൊന്നും കിട്ടില്ലല്ലോ, അറിയാമല്ലോ. പേഷ്യൻ്റ് കെയറിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരുപോലെ ആയില്ല. ചില സമയങ്ങളിൽ ഭയങ്കര ബിസി ആയി പോകും. ഫോണൊന്നും നോക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം. എന്നെ ഒന്നും പേഴ്സണലി അറിയാത്ത ആളുകളാണ്. എന്നിട്ടും അവർ എന്നോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഇപ്പോൾ അങ്ങനെയുള്ള ചോദിച്ചവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോ കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.